ഇറ്റലിയിലെ റോമിൽ നടന്ന ഒരു ചടങ്ങിൽ ഒരു കൂട്ടം ഫാസിസ്റ്റ് അനുഭാവികൾ നാസി സല്യൂട്ട് ഒന്നിലധികം തവണ നടത്തുന്ന ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇറ്റലിയിലെ ഈ പരസ്യ ഹിറ്റ്ലർ നാസി സല്യൂട്ട് ചടങ്ങ് രാജ്യത്തുടനീളം പ്രകോപനത്തിനും ഇറ്റാലിയൻ രാഷ്ട്രീയത്തിൽ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. നൂറുകണക്കിന് ആളുകളെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. അവർ ഓരോരുത്തരും വരിവരിയായി നിന്നുകൊണ്ട് ഫാസിസ്റ്റ് സല്യൂട്ട് വിളിക്കുന്നതും കാണാം. മുൻ ഫാസിസ്റ്റുകൾ രൂപീകരിച്ച യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിൽ നിന്നുള്ള 3 തീവ്ര വലതുപക്ഷ പ്രവർത്തകരുടെ 1978 മരണത്തിന്റെ സ്മാരക പരിപാടിയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. പണ്ട് 1970-കളിൽ ബോംബ് ആക്രമണങ്ങളും കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുമായി അക്രമം ശക്തമായിരുന്നു. ഇപ്പോൾ ഈ നടന്ന സംഭവം ഇറ്റാലിയൻ രാഷ്ട്രീയ ജീവിതത്തിലെ മോശപ്പെട്ട ആ കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. യുദ്ധാനന്തരം നിയമത്തിൽ മാറ്റങ്ങൾ വന്നിരുന്നു. ഫാസിസത്തെയും അതിന്റെ മറ്റു പ്രതീകാത്മക പ്രവൃത്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന റോമൻ സല്യൂട്ട് 12 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. തീവ്ര വലതുപക്ഷ അനുഭാവിയായ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നോക്കി നിൽക്കെ റോമിലെ ഈ ഒരു റാലിയിൽ ഒരു പോലീസ് ഇടപെടലും കൂടാതെ എങ്ങനെയാണ് നിരോധിത ഫാസിസ്റ്റ് സല്യൂട്ട് നൽകാൻ നൂറുകണക്കിന് പ്രകടനക്കാർക്ക് കഴിഞ്ഞതെന്ന് ഇറ്റലിയിലെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ ചോദിക്കുന്നു. ഇറ്റലിയിലെ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയോട് നവഫാസിസ്റ്റ് സംഘടനകളെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീഡിയോ വൈറലായതിനെ തുടർന്നാണ് ആവശ്യം. എന്നാൽ ഈ ഒരു സംഭവത്തോട് മെലോണി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയിലെ ഏറ്റവും വലതുപക്ഷ സർക്കാരാകും മെലോണിയുടേത്. അതേസമയം നിരവധി വിവാദങ്ങളിലൂടെ കടന്നുപോയ ചരിത്രമാണ് 55-കാരിയായ മെലോണിക്കുള്ളത്. ബലാത്സംഗ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്ത് പുലിവാൽ പിടിച്ച ചരിത്രവും മെലോണിക്കുണ്ട്. മെലോണി തന്റെ ചെറുപ്പത്തിൽ തന്നെ മുസോളിനിയോട് ആരാധന പ്രകടിപ്പിച്ച ഒരാളാണ്. എന്നാൽ മുസോളിനിയുടെ വംശീയ നിയമങ്ങൾ ഇറ്റാലിയൻ ചരിത്രത്തിലെ ഏറ്റവും മോശം നിമിഷമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫാസിസത്തെ അടുത്തിടെ അപലപിച്ചിരുന്നു. ഫാസിസത്തെ എവിടെ കണ്ടാലും അതിനെ എതിർക്കുകയും പോരാടുകയും വേണമെന്നും അവർ പറഞ്ഞിരുന്നു. ഫാസിസ്റ്റ് സല്യൂട്ട് വീഡിയോ വൈറലായതോടെ നവഫാസിസ്റ്റുകളെ നിയന്ത്രിക്കാൻ ഇറ്റലി പ്രധാനമന്ത്രി മെലോണി ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ നിലപാട് പ്രധാനമന്ത്രി പദം ലഭിക്കും മുമ്പ് തന്നെ അവർ വ്യക്തമാക്കിയതാണ്. ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കൊപ്പമാണ് ഞാനുള്ളത്, കുടിയേറ്റക്കാർക്കൊപ്പമല്ല. രാജ്യത്തെ പൗരന്മാർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ആഗോള സാമ്പത്തിക ആശങ്കകൾക്കൊപ്പമല്ല, ഇറ്റലിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കൊപ്പമാണെന്നും അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പ്രചാരണങ്ങളിൽ ശ്രദ്ധേയമാണ്.